പാഠഭാഗം ജീവന്റെ ജനിതകം. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ജനിതകശാസ്ത്രം, ജെനറ്റിക്സ് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഒരു കുട്ടിക്ക് മാതാപിതാക്കളുടെ അതേ കണ്ണുകളും മൂക്കും എങ്ങനെ ലഭിക്കുന്നുവെന്ന്? അല്ലെങ്കിൽ ഒരു ചെടിക്ക് അതിന്റെ ഇലകൾക്ക് പച്ചനിറം ലഭിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതിനെല്ലാം കാരണം നമ്മുടെ ശരീരത്തിലുള്ള വളരെ സൂക്ഷ്മമായ ചില ഘടകങ്ങളാണ്. അവയെക്കുറിച്ച് നമുക്ക് വിശദമായി പഠിക്കാം. 1. കോശത്തിനകത്തെ ജീൻ, DNA, ക്രോമസോം. നമ്മുടെ ശരീരത്തിലെ ഓരോ കോശത്തിലും ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ഈ ന്യൂക്ലിയസിനകത്താണ് നമ്മുടെ എല്ലാ സ്വഭാവങ്ങളെയും നിയന്ത്രിക്കുന്ന ഘടകങ്ങളുള്ളത്. ക്രോമസോം. ന്യൂക്ലിയസിനകത്ത് കാണുന്ന നൂലുപോലുള്ള ഈ ഘടനയാണ് ക്രോമസോം. DNA. ഈ ക്രോമസോമിനെ ഉണ്ടാക്കിയിരിക്കുന്നത് DNA എന്നൊരു തന്മാത്രയാണ്. ഇതൊരു ഇരട്ട ഹെലിക്സ് ഘടനയിലാണ് കാണപ്പെടുന്നത്. ജീൻ. ഈ DNAയുടെ ചെറിയ ഭാഗങ്ങളെയാണ് ജീനുകളെന്ന് പറയുന്നത്. നമ്മുടെ ഓരോ സ്വഭാവത്തെയും ഉയരം, നിറം, രോഗപ്രതിരോധശേഷി എന്നിവ നിയന്ത്രിക്കുന്നത് ഓരോ ജീനുകളാണ്. ഇനി DNAയുടെ ഘടനയെക്കുറിച്ച് നോക്കാം. 1953-ൽ ജെയിംസ് വാട്സൺ, ഫ്രാൻസിസ് ക്രിക്ക് എന്നിവർ ചേർന്നാണ് DNAയുടെ ഈ ചുറ്റുകോവണി മാതൃക കണ്ടെത്തിയത്. റോസലിൻ ഫ്രാങ്ക്ലിൻ എടുത്ത എക്സ്റേ ചിത്രമാണ് ഈ കണ്ടെത്തലിന് അവരെ സഹായിച്ചത്. 2. പ്രോട്ടീൻ നിർമ്മാണം. നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് പ്രോട്ടീനുകളാണ്. ഈ പ്രോട്ടീനുകൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ജീനുകളാണ് പ്രോട്ടീൻ നിർമ്മാണത്തിനുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നത്. പ്രോട്ടീൻ നിർമ്മാണത്തിൽ പ്രധാനമായി 2 ഘട്ടങ്ങളുണ്ട്. ട്രാൻസ്ക്രിപ്ഷൻ. കോശത്തിലെ ന്യൂക്ലിയസിനകത്ത് വച്ച് DNAയിലെ ജീനിൽ നിന്ന് mRNA എന്നൊരു തന്മാത്രയുണ്ടാകുന്നു. പ്രോട്ടീൻ ഉണ്ടാക്കാനുള്ള സന്ദേശം ഈ mRNA വഹിക്കുന്നു. ട്രാൻസ്ലേഷൻ. ഈ mRNA ന്യൂക്ലിയസിൽ നിന്ന് പുറത്തുവന്ന് റൈബോസോം എന്ന കോശഭാഗത്തേക്ക് എത്തുന്നു. ഇവിടെ വെച്ച് mRNAയുടെ സന്ദേശമനുസരിച്ച് tRNA എന്നൊരു തന്മാത്ര അമിനോ ആസിഡുകളെ കൊണ്ടുവരുന്നു. ഈ അമിനോ ആസിഡുകൾ കൂട്ടിച്ചേർത്ത് പ്രോട്ടീൻ ഉണ്ടാക്കുന്നു. ചുരുക്കത്തിൽ ജീൻ, mRNA, പ്രോട്ടീൻ എന്നതാണ് പ്രോട്ടീൻ നിർമ്മാണത്തിന്റെ വഴി. 3. പാരമ്പര്യവും വ്യതിയാനവും. പാരമ്പര്യം. മാതാപിതാക്കളുടെ സ്വഭാവ സവിശേഷതകൾ അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന പ്രക്രിയയാണിത്. വ്യതിയാനം. മാതാപിതാക്കളിൽ നിന്ന് വ്യത്യസ്തമായി മക്കളിൽ കാണുന്ന സ്വഭാവങ്ങളാണ് വ്യതിയാനങ്ങൾ. ഈ പാരമ്പര്യത്തെയും വ്യതിയാനങ്ങളെയും കുറിച്ച് പഠിക്കാൻ ഗ്രിഗർ ജഹാൻ മെൻഡൽ എന്ന ശാസ്ത്രജ്ഞൻ പയർച്ചെടിയിൽ ധാരാളം പരീക്ഷണങ്ങൾ നടത്തി. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ജനിതകശാസ്ത്രത്തിന്റെ പിതാവെന്ന് വിളിക്കുന്നത്. അദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങളിലെ ചില പ്രധാന ആശയങ്ങൾ ഇവയാണ്. അലീലുകൾ. ഒരു ജീനിന്റെ 2 വ്യത്യസ്ത രൂപങ്ങളാണ് അലീലുകൾ. ഉദാഹരണത്തിന്, ഉയരമെന്ന സ്വഭാവത്തിന് ഉയരം കൂടിയത് എന്നും ഉയരം കുറഞ്ഞത് എന്നും 2 അലീലുകളുണ്ട്. ഫീനോടൈപ്പ്. ഒരു ജീവിയുടെ കാണാൻ കഴിയുന്ന സ്വഭാവം. ജീനോടൈപ്പ്. ആ സ്വഭാവത്തിന് കാരണമായ ജനിതക ഘടന. മെൻഡൽ ഉയരം കൂടിയതും കുറഞ്ഞതുമായ ചെടികളെ തമ്മിൽ സങ്കരണം നടത്തിയപ്പോൾ 1-ാം തലമുറയിൽ അഥവാ F1-ൽ എല്ലാ ചെടികളും ഉയരം കൂടിയവയായിരുന്നു. ഇതിൽ നിന്ന് പ്രകടഗുണം എന്നും ഗുപ്തഗുണം എന്നും 2 തരം ഗുണങ്ങളെ അദ്ദേഹം തിരിച്ചറിഞ്ഞു. 2-ാം തലമുറയിൽ F2-വിൽ ഉയരം കൂടിയതും കുറഞ്ഞതുമായ ചെടികൾ 3:1 എന്ന അനുപാതത്തിൽ ലഭിച്ചു. ഇത് ജീനുകൾ വേർപിരിയുന്നു എന്നതിന് തെളിവായി. ഇത്രയുമാണ് ഈ പാഠഭാഗത്തിലെ പ്രധാന കാര്യങ്ങൾ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്.